ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ലെവൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റി 55,856 എന്നുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കാണ് നമുക്ക് ട്രേഡ് നോക്കേണ്ടത്. ഇനി അതല്ല 56,178 ടാപ്പ് ചെയ്യുന്നെങ്കിൽ താഴേക്കായിരിക്കും ട്രേഡ് നോക്കുക. അതിലേതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് നോക്കാം. ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ അപ്പ് സൈഡിലേക്കായിരിക്കും ഫസ്റ്റ് ട്രേഡ് നമുക്ക് വരിക. കാരണം ടാർഗറ്റ് ലെവലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് കൺസിഡർ ചെയ്യാം. മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ എൻട്രി തരണം. അതുപോലെ നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് 24,639 ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയും 24,705 അപ്പ് സൈഡ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് നിഫ്റ്റിയിലും ബാങ്കിലും ഉള്ളത്. അപ്പോൾ നമുക്ക് അപ്പ് സൈഡ് ട്രേഡിനായിരിക്കും കുറച്ചും കൂടി ചാൻസ് വരിക. നമുക്ക് അപ്പ് സൈഡിലേക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നോക്കാം. നമുക്ക് ഇനി അതല്ല തരാതെ നമുക്ക് അപ്പ് സൈഡിലേക്കുള്ള മുകളിൽ പോയി 24,705 മുകളിൽ പോകുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് നോക്കാം. ഏതാണ് ചാൻസ് വരുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓൾറെഡി ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം. സമയം 9:28 ആയിട്ടുണ്ട്. നമുക്കൊരു എൻട്രി ഏരിയയാണ് ഇവിടെ, ഒരു അഗ്രസീവ് എൻട്രി ഏരിയയാണ്. മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു അപ്പ് സൈഡ് ട്രേഡിന് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഡെയിലി IDX ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഡെയിലി IDX ഒക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് ലോഗ് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റ് അപ്പ് സൈഡിൽ ട്രേഡിനുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റിൽ സ്റ്റോക്കൊക്കെ വാങ്ങാൻ പറ്റിയ സമയമാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഒരു റെക്കമെൻഡേഷനോ കാര്യമൊന്നുമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ. എപ്പോഴും മാർക്കറ്റ് അപ്പ് സൈഡിൽ നിൽക്കുമ്പോഴേക്കാൾ എപ്പോഴും നല്ലത് ഏതെങ്കിലും ഒരു ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ സ്റ്റോക്ക് എടുക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. എപ്പോഴും നിഫ്റ്റിയിലോ അല്ലെങ്കിൽ സ്റ്റോക്കിലോ ഏതിലോ അങ്ങനെ. ഏതായാലും താഴേക്ക് വന്നാൽ നമുക്ക് മുകളിലേക്ക് നോക്കാം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 9:42 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നേരത്തെ നമുക്ക് എൻട്രി തരാതെ മുകളിലേക്ക് പോയി മാർക്കറ്റ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റിൽ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു 56,000 ടാപ്പ് ചെയ്യുമ്പോൾ 55,989 ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ മുകളിലേക്കാണ് എൻട്രി ചാൻസ് ഉള്ളത്. എന്നാൽ നിഫ്റ്റിയിലാണെങ്കിൽ ഓൾറെഡി അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴേക്ക് ചാൻസ് നോക്കാം നമുക്ക്. കാരണം രണ്ടിലും ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പക്ഷേ ഏത് ലിക്വിഡിറ്റി ഏരിയയിലേക്കാണ് ആദ്യം വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. നമ്മൾ നേരത്തെ രാവിലത്തെ ഒരു ട്രേഡ് ഞാൻ പറഞ്ഞു ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ ലിക്വിഡിറ്റി എടുക്കാതെ പോയിട്ട് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു. നമുക്ക് എൻട്രി തന്നിട്ടില്ല. തന്നാൽ മാത്രമേ നമുക്ക് അപ്പ് സൈഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് നമുക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് ചാൻസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്പ് സൈഡ് ട്രേഡ് നോക്കാം. അല്ലെങ്കിൽ നിഫ്റ്റിയിലോ ഏതിലാണ് വരുന്നത് നോക്കാം. തൊട്ടടുത്തെത്തിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി എൻട്രി ഉണ്ട്. 56,010 എത്തിയിട്ടുണ്ട്. നമുക്കൊരു 20 പോയിൻറ്റും കൂടെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കോൾ ഓപ്ഷൻ 56,000 കോൾ ഓപ്ഷൻ എടുക്കാം. ടാർജറ്റ് ഒരു 1:5 റേഞ്ചിൽ നമുക്ക് വെക്കും ചെയ്യാം. 56,178 റേഞ്ചിൽ ടാർജറ്റ് വെക്കും ചെയ്യാം. നോക്കാം ഏതാണോ ചാൻസ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. രണ്ടിലും ഇപ്പം എൻട്രി തന്നിട്ടില്ല. എൻട്രിൻ്റെ അടുത്താണ് ബാങ്ക് നിഫ്റ്റി. നിഫ്റ്റി കുറച്ചും കൂടെ മുകളിൽ പോയാലേ നമുക്ക് താഴേക്ക് എൻട്രി ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി കുറച്ച് താഴെ പോയാൽ മുകളിലേക്ക്. രണ്ടും വെയിറ്റിംഗ് ആണ്. ഏതിനാണോ ചാൻസ് ആദ്യം വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. സമയം 9:46 നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി തന്നിട്ടില്ല. അവിടുന്ന് മുകളിലേക്ക് പോയി ലിക്വിഡിറ്റി എടുക്കാതെ മുകളിലേക്ക് പോയി. നിഫ്റ്റിയിൽ എൻട്രി ഏരിയൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റി റെഡിയാക്കി വെക്കാം. നമുക്ക് ബാങ്കിൽ തന്നിട്ടില്ല. ബാങ്കിൽ വേണ്ട എൻട്രി തരാതെ ജസ്റ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, നിഫ്റ്റിയിൽ എൻട്രി വന്നിട്ടുണ്ട്. നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം 24,700. ബാങ്ക് നിഫ്റ്റി നമ്മൾ 56,000 കോൾ ഓപ്ഷനായിരുന്നു ബൈ ചെയ്യാൻ ചോദിച്ചിരുന്നത്. നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 85:20 നമുക്ക് എൻട്രി കിട്ടിയത്. നമ്മൾ തൊട്ട താഴെ തന്നെ ഒരു 5 minutes IDX ഒക്കെ ഉണ്ട്. അകത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അവിടെ 1:5 ആവുമോ എന്നറിയില്ല. ഇനി അഥവാ എത്തുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ പുതിയൊരു 5 minutes IDX ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ താഴെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കാം. മീൻസ് ലിക്വിഡിറ്റി സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി 56,000 താഴെ വന്നിട്ടുമില്ല കേട്ടോ. 56,000 താഴെ വരികയാണെങ്കിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ അപ്പ് സൈഡിലേക്ക് ട്രേഡ് ഉണ്ടായിരുന്നത്. അത് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ നല്ല സ്പൈക്ക് വരുന്നുണ്ടല്ലേ, പ്രീമിയം നല്ല വരവ് വരുന്നുണ്ട്. 3,500 ഒക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. പുതിയൊരു മിക്കവാറും ആ ടാർജറ്റ് ലെവൽ വരെ വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൊട്ട താഴെ തന്നെ 5 minutes IDX ഉണ്ട്. ഇനി അതല്ല ബാങ്ക് നിഫ്റ്റിയിൽ 56,000 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇറങ്ങും ചെയ്യാം കേട്ടോ. ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യണം നമുക്ക് ഇറങ്ങാം. ഒരു എത്ര പ്രോഫിറ്റ് വെച്ചാൽ ആ സമയത്ത് 5,000, 6,000, 7,000 എത്രയെന്ന് അറിയില്ല. ആ സമയത്ത് കിട്ടുകയാണെങ്കിൽ അതിൽ ഇറങ്ങും ചെയ്യാം നമുക്ക്. കാരണം മുകളിലേക്ക് പോകാനൊരു പോസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓൾറെഡി ഡെയിലി IDX ഒക്കെ എടുത്തുകൊണ്ട് തന്നെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് നമുക്കൊരു അപ്പ് സൈഡിലെ ട്രേഡ് നോക്കാം.
ഇല്ലേ? അവിടെ തന്നെ തിരിഞ്ഞ് കളിക്കുക, പെട്ടെന്ന് വരുമോ എന്നറിയില്ല. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ 56,080 അതും താഴേക്ക് വരാൻ നല്ലൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ മുകളിലേക്ക് പോവുക. ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യാം. 56,000 താഴേക്ക് ബാങ്ക് വരികയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം. അതിന് വെസൽ അടിക്കുകയാണെങ്കിൽ പോട്ടെ, നമുക്ക് അടുത്ത നല്ല ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നോക്കാം. മുകളിലേക്ക് തന്നെ ചാൻസ് വരികയാണെങ്കിൽ നോക്കാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം 5,000 വരെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം മാർക്കറ്റ് എന്താ പറയുക, മാർക്കറ്റ് മേലേക്ക് തന്നെ പോയി. നമുക്ക് 85 എൻട്രി എടുത്തത് 79 നമുക്ക് SL ഹിറ്റ് ആയിട്ടുണ്ട്. 6 പോയിൻറ്റ്സ് 2,790 നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. ഏതായാലും ഇനി നല്ല അവസരം വരട്ടെ, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി അതേപോലെ തന്നെ താഴെ വന്നിട്ടില്ല. നമുക്ക് താഴെ വന്നിരുന്നെങ്കിൽ നമുക്ക് മുകളിലേക്ക് ട്രേഡ് ചെയ്യാമായിരുന്നു, പക്ഷേ താഴേക്ക് വന്നിട്ടില്ല. അപ്പോൾ പുതിയൊരു 5 മിനിറ്റ് IDs ക്രിയേറ്റ് ആയിട്ടുണ്ട് 56,000 റേഞ്ചിൽ. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ മുകളിലേക്ക് തന്നെ നോക്കാം. ഏതാണോ വരുന്നത് അതിനനുസരിച്ച് നോക്കാം. ഇനി ഏതായാലും ചാൻസ് വരട്ടെ, ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 11:30 ആവാനായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡിൽ ഞാൻ പിന്നെ 11:06 ടൈമിൽ ഒരു ട്രേഡ് എടുത്തു അപ്പ് സൈഡിലേക്ക്. പക്ഷേ അത് ഞാൻ ഇറങ്ങി, അതിപ്പോൾ 1:5 അടിച്ചു. ഇറങ്ങാനുള്ള റീസൺ ഉണ്ട്. ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ് IDs ടാപ്പ് ചെയ്തതിന് ശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. പെർഫെക്റ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി 11:06 കറക്റ്റ്. ആ ട്രേഡ് ഞാൻ എടുത്ത ഉടനെ തന്നെ എക്സിറ്റ് ചെയ്തു. ഒരു ചെറിയ 500 രൂപ എങ്ങാണ്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. അതിപ്പോൾ 1:5 അടിച്ചു. ആ ഇറങ്ങാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഞാൻ ആ എൻട്രി എടുത്ത സമയത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൻ്റെ ലോ എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ഒരു 5 മിനിറ്റിൻ്റെ ലോ എടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ ഹൈ എടുത്തിട്ട് താഴേക്ക് തന്നെ വരികയാണെങ്കിൽ വീണ്ടും എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചതാണ്. 24,650 ഉണ്ട്, 555 പ്രോഫിറ്റ് കിട്ടിയത് ആ സമയത്ത്. അപ്പോൾ എൻട്രി എടുത്ത ഉടനെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ 11:06 തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ ഇവിടെ 5 മിനിറ്റിലൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആക്കാൻ വിചാരിച്ചു. ഇനി വീണ്ടും മാർക്കറ്റ് അത് വന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ SL അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ആ സമയത്ത് റീ എൻട്രി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ കണ്ടോ 11:05 ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലെ ലോ എടുത്തതിനെ കൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഒരു ക്യാൻഡിൻ്റെ ലോ എടുക്കുന്ന സമയത്ത് വീണ്ടും റീ എൻട്രി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ മാർക്കറ്റ് പിന്നീട് അങ്ങോട്ട് വന്നില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ, സാധാരണ അങ്ങനെ പലപ്പോഴും അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ ചെയ്തത്. പക്ഷെ ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് ടാപ്പ് ചെയ്ത് ഉടനെ നല്ല മൂവ്മെൻറ്റും കിട്ടി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ പെർഫെക്റ്റ് ആയിട്ട് 1:5 അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ഡേ ഹൈ ടാർഗറ്റ് വെക്കാനാണെങ്കിൽ അതിപ്പോഴും സ്റ്റിൽ പെൻഡിങ് ആണ്. പക്ഷേ ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യുന്നില്ല. കാരണം 1-2 ട്രേഡ് ആയിട്ടുണ്ട് നമ്മുടെ. പിന്നെ ഇനി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇമോഷണലി പ്രശ്നം വരാൻ പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഇന്ന് നിർത്താം, നാളെ നോക്കാം. നാളെ അവസരം ഉണ്ടാവും. കാരണം നമ്മൾ പെർഫെക്റ്റ് ഒരു ട്രേഡിൽ നിന്ന് വെറുതെ കൊണ്ടേ കളഞ്ഞല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇമോഷൻ വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്നെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഇനി ട്രേഡ് ചെയ്യുന്നില്ല. നാളെ നോക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.